اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. قال الله عز وجل في قرآنه الكريم: ولقد أوحي إليك وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ, അള്ളാഹുവിൻ്റെ സമീപത്ത്, പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ നമ്മളെക്കാൾ ഭാഗ്യവാന്മാർ മറ്റാരും ഉണ്ടാവുകയില്ല. പക്ഷെ നമ്മുടെ ചെയ്ത കർമ്മങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമ്മളെക്കാൾ നഷ്ടക്കാരായിട്ട് വേറെ ആരാണുള്ളത്? ലോകത്തെ ഏറ്റവും വലിയ, ഈ ഭൂമിയിലെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ പാവപ്പെട്ടവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പരലോകത്ത് അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്നവരെന്നാണ്. റസൂലിനോട് ചോദിക്കുന്നുണ്ട്, നബിയെ, ദീനാറോ ദിർഹമോ ഇല്ലാത്തവരല്ലേ പാപ്പരായവർ? അപ്പോൾ റസൂൽ പറഞ്ഞു, അല്ല, പരലോകത്ത് അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്നവരാണ് പാപ്പരായവർ. അപ്പോൾ പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് രണ്ടാമത്തെ ജുമഅയിലാണ് അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്ന 10 കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്. 10 കാര്യങ്ങൾ. അതിൽ 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പരിപൂർണമായും നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. 8 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പരിപൂർണമായും നഷ്ടപ്പെട്ടു പോയില്ലെങ്കിലും ഭാഗികമായിട്ടെങ്കിലും അമലുകൾ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തേത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഷിർക്കാണ്. ഷിർക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ, ഷിർക്ക് എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ പ്രവർത്തനമല്ല, മനസ്സിൻ്റെ പ്രവർത്തനമാണ്. ഇപ്പോൾ ഷിർക്കിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരു വാഹനം ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നിൽ നിന്ന് വിളിച്ചാൽ എൻ്റെ മനസ്സിലൊരു അപകടം ആണ് എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തയെങ്കിൽ അത് ചെറിയ ഷിർക്കാണ്. കാര്യം എന്ന് വെച്ചാൽ, ഒരാൾ ബാക്കിൽ നിന്ന് വിളിച്ചാൽ അപകടം സംഭവിക്കുമെന്നാണ് എൻ്റെ വിശ്വാസമെങ്കിൽ പടച്ചവൻ്റെ കതിറിലുള്ള വിശ്വാസത്തെ എനിക്ക് ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. പടച്ചവൻ്റെ വിധിക്കപ്പുറം ഒരു തിന്മ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും, അതിൻ്റെ ഒരു കാരണമാണ് പിന്നിൽ നിന്നൊരാ വിളി എന്നാണ് എൻ്റെ വിശ്വാസമെങ്കിൽ എൻ്റെ ഈമാൻ പൊളിഞ്ഞുപോയി എന്നതിൻ്റെ അർത്ഥം. ഷിർക്ക് അങ്ങനെ നിസ്സാരമായ കാരണം, അത് ശരീരത്തിൻ്റെ പ്രവർത്തനമല്ല. നമ്മുടെ മനസ്സിൽ വിചാരം ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോയോ, ഒരു മരത്തിൻ്റെ അടുത്ത് പോയോ, ഒരു കബറിൻ്റെ അടുത്ത് പോയോ, അല്ലെങ്കിൽ ഒരു മഹാന്റെ അടുത്ത് പോയോ സുജൂദിൽ വീഴലോ കൈകൂപ്പി പ്രാർത്ഥിക്കലോ ഒന്നും അത് മാത്രമല്ല, മറിച്ച് മനസ്സിൻ്റെ പ്രവർത്തനമാണ് ഷിർക്ക്. അത് നമ്മൾ ശരിക്കും ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. അപ്പോൾ അമലും ബിൽ ഖൽബാണ് ഈമാൻ. ഈമാനിൽപ്പെട്ട ഈമാൻ തകർത്ത് കളയുന്ന ഒന്നാണ് ഷിർക്ക്. അത് നമ്മൾ സൂക്ഷിക്കേണ്ട വിഷയമാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇല الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. നബിയെ, നിങ്ങൾക്കും നിങ്ങളുടെ മുൻഗാമികൾക്കും അള്ളാഹു നൽകിയ വഹയിൽ പെട്ടതാണ് ലഇൻ അശ്റക്ത, ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിച്ച, ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായ
ഒരുപാട് കഷ്ടനഷ്ടങ്ങളും അവശതകളും പ്രതിസന്ധികളും ദുർബലതകളും ഇസ്ലാമിന് വേണ്ടി അനുഭവിച്ച ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ലഇൻ അശ്റക്ത, നബിയെ നിങ്ങൾ ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, കർമ്മങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും നബിയെ. അപ്പൊ നമ്മൾ ആദ്യം ശിർക്കുപരമായ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതിൽ നിന്ന് മാറി നിൽക്കുക. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. രണ്ടാമത്തത് കുഫ്റാണ്. കുഫ്ർ എന്ന് പറയുമ്പോൾ കാഫിരീങ്ങൾ എന്ന് നമ്മൾ പറയും, കുഫ്റിന്റെ ആളുകൾ എന്ന് പറയും, അത് കുഫ്റാണെന്ന് പറയും. എന്താണ് കുഫ്ർ? ശിർക്ക് പോലെയല്ല കുഫ്ർ. അള്ളാഹുവിൽ തൊപ്പി വെച്ചവൻ ചിലപ്പോ കാഫിറാണ്. പള്ളി ഉണ്ടാക്കുന്നവൻ, നിസ്കരിക്കുന്നവൻ ഒക്കെ കാഫിറായി പോകും. ഒരുദാഹരണമാണ്, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ സ്വീകരിക്കൂ, മുഹമ്മദ് നബിയെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്. എനിക്ക് വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് ഇഷ്ടമല്ല, ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു, ഇസ്രാ മിഅ്റാജ് ഞാൻ അംഗീകരിക്കില്ല, അവൻ കാഫിറാണ്. 5 വഖത്ത് നമസ്കാരം എനിക്ക് സ്വീകരിക്കാൻ പറ്റൂല, ഞാൻ നിസ്കരിക്കും, പക്ഷേ 5 വഖത്ത് നിസ്കാരം ഞാൻ സ്വീകരിക്കില്ല, അവൻ കാഫിറാണ്. മനസ്സിലായോ? കാഫിർ എന്ന് പറഞ്ഞാൽ നിഷേധം. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹീഹായ ഹദീസുകളെ നിഷേധിക്കുന്നവന്റെ ഹുക്മ കാഫിറാണ്. എളുപ്പത്തിൽ പറഞ്ഞുതരാം. ചേകന്നൂർ മൗലവിയാണ്, പണ്ഡിതനാണ്. ഇസ്ലാമിക ലോകം അദ്ദേഹത്തെ കുറിച്ച് കൊടുക്കുന്ന ഹുക്മ് കാഫിർ എന്നാണ്. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി, പേര് മുസ്ലിമാണ്, ഖുർആൻ പഠിച്ച വ്യക്തിയാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ ഹുക്ം എന്താണ്? കാഫിറാണ്. മനസ്സിലായോ? അപ്പോ ഇസ്ലാം ദീനിന്റെ ഒന്നിനെയും നമ്മൾ നിഷേധിക്കാൻ പാടില്ല. ഖുർആൻ പറഞ്ഞു, എന്താണ്? മസലുല്ലദീന കഫറൂ ബിറബ്ബിഹിം, റബ്ബിനെ നിഷേധിക്കുന്നവർ, കാഫിരീങ്ങളായവർ, റബ്ബിന്റെ ആയാത്തുകളെ നിഷേധിക്കുന്നവർ, അഅമാലുഹും, അവരുടെ അമല് ഏതുപോലെയാണ്? കറമാദിൻ, ചാരം പോലെയാക്കി കളയും അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇസ്തദ്ദതു ബിഹി റീഹു ഫി യൗമിൻ ആസിഫ്, ഇസ്തദ്ദതു ബിഹി റീഹു ഫി യൗമിൻ ആസിഫ്, കൊടുങ്കാറ്റുള്ള ദിവസം കൊടുങ്കാറ്റടിക്കുമ്പോൾ ചാരം മറന്നു പോകും. അപ്പൊ ഇതുപോലെ അമലുകൾ അല്ലാഹു പറത്തിക്കളയും. ലയഖ്ദിറൂന മിമ്മാ കസബു അലാ ഷൈഇൻ, ഒന്നും നമുക്ക് അതിൽ നിന്ന് കിട്ടൂല. വഹുവൽ ളലാലുൽ ബഈദ്, അവർ വ്യക്തമായ വഴികേടിലായിരിക്കും. അപ്പോ അള്ളാഹുവിനെ, ഇസ്ലാം ദീനിനെ, ഖുർആനിന്റെ ഒരായത്തിനെ നിഷേധിച്ചാൽ മതി, അവൻ കാഫിറായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും ഗൗരവത്തിൽ പറഞ്ഞത്, വല്ലദീന കഫറു അഅമാലുഹും കസറാബിൻ ബിഖീആ, അള്ളാഹുവിനെയും ഇസ്ലാമിനെയും റസൂലിനെയും ഒക്കെ നിഷേധിക്കുന്ന കാഫിരീങ്ങൾ, അല്ലാഹുവിനെ നിഷേധിക്കുന്നവർ, ദീനിനെ നിഷേധിക്കുന്നവർ, അവരാരാണെങ്കിലും ശരി, അഅമാലുഹും, അവരുടെ അമാലുകൾ കസറാബിൻ ബിഖീആ, മരീചിക പോലെ തോന്നും. ഹൈവേയിൽ നല്ല വെട്ടടിക്കുമ്പോൾ നമുക്ക് വിദൂരതയിൽ വെള്ളം തോന്നുന്നു, വെള്ളക്കെട്ട് പോലെ തോന്നും. അടുത്ത് ചെല്ലുമ്പോൾ ആ വെള്ളം അടുത്തുണ്ടെന്ന് തോന്നും ദാഹിക്കുന്നവർ. എന്നാൽ അടുത്തടുത്ത് ചെല്ലും തോറും നമുക്കൊന്നും അത് കണ്ടെത്താൻ കഴിയില്ല. ഇതുപോലെ അമലുകൾ അവിടെ ഉണ്ടെന്ന് തോന്നും, അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിങ്ങനെ ദൂരെയായി പോകുന്ന പോലെ തോന്നും. അതാണ് കാഫിരീങ്ങൾക്ക് സംഭവിക്കുന്നത്. അള്ളാഹു നമ്മെ കുഫറിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ. ഈ 2 കാര്യങ്ങളെ തൊട്ട് നമ്മൾ മാറി നിൽക്കണം. 1 ഷിർക്ക്, 2 കുഫർ. ഇതൊക്കെ ജീവിതത്തിൽ പെട്ടെന്ന് സംഭവിക്കാം. ചില ബുദ്ധിജീവികളായി പലതും പറയും. ഇപ്പൊ ഇസ്ലാമിന്റെ ശിക്ഷാവിധികളെ കുറിച്ച് വിമർശിക്കുന്നവരുണ്ട്. ഇസ്ലാമിന്റെ ശിക്ഷാവിധികളിൽ എന്താണ് പ്രശ്നം? 34 കോടി കൊടുക്കേണ്ടി വന്നില്ലേ? അത്രയും ക്രൂരമാണോ 34 കോടി കൊടുക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ്? വധശിക്ഷക്കുള്ള നിയമം എന്ന് പറഞ്ഞാൽ വധശിക്ഷയാണ്. ഖത്ലുൻ നഫ്സിന് വധശിക്ഷയാണ്. ആ വധശിക്ഷ ഒഴിവാക്കണമെങ്കിൽ ആ രാജ്യത്തിന്റെ പരമാധികാരിയായ രാജാവിന് പോലും വധശിക്ഷ ഒഴിവാക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. മറിച്ച് ആരാണോ കൊല്ലപ്പെട്ടത്, ആ കൊല്ലപ്പെട്ടവന്റെ ഏറ്റവും അടുത്ത ബന്ധുവിന് തീരുമാനിക്കാം ഇവരെ കൊല്ലണോ അതോ വെറുതെ വിടണോ. ഒന്നെങ്കിൽ വെറുതെ വിടാം. വെറുതെ വിടുമ്പോ ദിയ്യത്ത് കൊടുക്കണം. ദിയ്യത്ത് എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം. ആ നഷ്ടപരിഹാരം ആവശ്യപ്പെടാം. ആർക്ക് ആവശ്യപ്പെടാം? ഭരണകൂടത്തിനല്ല, രാജാവിനല്ല, പണ്ഡിതനല്ല ആവശ്യപ്പെടാനുള്ള അവകാശം. ഭർത്താവിനെ കൊന്നാൽ ഭാര്യക്കോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വാപ്പക്കോ, ആരാണോ അടുത്ത ബന്ധുള്ളത് അവർക്ക് പറയാം. മകനെ കൊന്നാൽ ഉമ്മക്ക് പറയാം, വാപ്പക്ക് പറയാം. ഇത്ര വന്നാൽ വധശിക്ഷ ഒഴിവാക്കാം. അതെ ദിയ്യത്ത് എന്ന് പറയാം. ആ ദിയ്യത്തില്ലായിരുന്നെങ്കിൽ ഒരാളും തിരിച്ചു വരില്ലെന്ന് മാത്രമല്ല, വധശിക്ഷ കൃത്യമായി എല്ലാ കൊലപാതക കുറ്റത്തിലും നടപ്പിലാക്കേണ്ടി വരും. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇതിനെ ഇസ്ലാമിന്റെ ഒന്നിനെയും നിഷേധിക്കാൻ പോകരുത്. അത് കുഫ്റാണ്.
ഇനി ഭാഗികമായി കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തുന്ന 8 കാര്യങ്ങളിൽ ഒന്നാമത്തേത് റിയാ ആണ്. റിയാഇനെ കുറിച്ച് പ്രവാചകൻ പറയുന്നത് അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും മിൻ മസീഹി ദജ്ജാൽ, ദജ്ജാലിനേക്കാൾ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് റസൂൽ ചോദിച്ചിട്ട് പറയാണ്, സ്വഹാബത്തിനോട് പറഞ്ഞു, ദജ്ജാലിനേക്കാൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യം എന്താ? അപ്പൊ സ്വഹാബത്ത് പറഞ്ഞൊരു നബിയെ, അശ്ശിർകുൽ ഖഫി, രഹസ്യമായി ശിർക്കാണ്. അയഖൂമു റജുലു യുസല്ലി, ഒരാൾ നിസ്കരിക്കുന്നു. എന്തിന്? അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുകയാണ്. ഫയുസയ്യിനു സ്വലാത്തഹു, നിസ്കാരത്തിനിടയിൽ അവന്റെ നമസ്കാരത്തിന് തഖ്വയും ഖുശൂഉം അധികമായി വരുന്നു. ലിമാ യറാ മിൻ നളിർ റജുൽ, ഒരാൾ നോക്കുമ്പോ ഒറ്റക്ക് മടിയനായി നിസ്കരിച്ചവന് തഖ്വയും ഖുശൂഉം വന്നാൽ അവൻ ചെറിയ ശിർക്കിന്റെ ആളാണ്, അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. അപ്പൊ ലോകമാന്യത ഒരു അമലിലും പടച്ചവൻ കണ്ടാൽ മതി. ഇഹ്സാൻ, ഏതൊരു കർമ്മത്തിലും ഇഹ്സാൻ ഉണ്ടാകണം. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നീ ഇബാദത്ത് ചെയ്യേണ്ടത് അള്ളാഹുവിനെ കാണുന്നത് പോലെയാണ്. നീ അള്ളാഹിനെ കണ്ടില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. ഈ ചിന്തയിൽ ഇബാദത്ത് ചെയ്യുക. ഒരിക്കലും ലോകമാന്യത, ചെറിയ ശിർക്ക്, റിയാ നമ്മുടെ അമലുകളിൽ വരാൻ പാടില്ല. വന്നാൽ അള്ളാഹു ആ അമലുകൾ സ്വീകരിക്കില്ല. രണ്ടാമത്തെ ഈ ഭാഗം കൊടുത്തത് എടുത്തു പറയുന്നവരാണ്. അതുകൊണ്ടാണ് സംഘടിതമായി സക്കാത്ത് കൊടുക്കാൻ പറയുന്നതിന്. കാരണം സംഘടിതമായി സക്കാത്ത് കൊടുക്കുമ്പോൾ ആർക്കാ കിട്ടുക എന്നറിയില്ലല്ലോ. പക്ഷെ ഞാൻ ഒരാൾക്കൊരു സ്വതക്ക കൊടുത്താൽ അതെടുത്തു പറഞ്ഞ് ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ലാ തുബ്തിലു സ്വദഖാതികും ബിൽ മന്നി വൽ അദാ, കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ട് അങ്ങനെ അവനെ ഉപദ്രവിച്ചാൽ നിങ്ങളുടെ സ്വതക്കകൾ ബാത്തിലായി പോകും. അത് 6 ലക്ഷമാണ്. കല്ലദി യൂഫികു മാലഹു റിആ അന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി, പോസ്റ്ററിൽ പരസ്യം വരാൻ, പത്രത്തിൽ പേര് വരാൻ, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വരാൻ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരെ പോലെ ആവരുത് നിങ്ങൾ സ്വതക്ക കൊടുത്താൽ അതെടുത്തു പറയരുത്. അതിന്റെ പേരിൽ ആരെയും ചൂഷണം ചെയ്യരുത്. ഖുർആൻ പറയുന്നത് കമസലി സഫ്വാനി അലൈഹി തുറാബ്, ജനങ്ങൾക്ക് കൊടുത്തിട്ട് അതിന്റെ പേരിൽ അവരെ ചൂഷണം ചെയ്യുന്നവരുടെ കർമ്മം ഏതുപോലെ എന്നറിയുമോ? ഒരു മൊട്ടക്കുന്ന് പോലെയാണ്. ആ മൊട്ടക്കുന്നിന്റെ മുകളിൽ കുറച്ച് മണ്ണുണ്ട്. ആ മണ്ണിന്റെ മുകളിൽ മഴ പെയ്താൽ ആ മൊട്ടക്കുന്ന് മണ്ണൊലിപ്പിച്ച് ആ മണ്ണ് പോയിട്ട് വീണ്ടും ആ മൊട്ടക്കുന്ന് അതുപോലെയാകും. അഥവാ ഇതുപോലെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല യഖ്ദിറൂന അലാ ഷൈഇൻ, ഒന്നും നമുക്ക് കിട്ടാത്ത രൂപത്തിൽ, മിമാ കസബു, നമ്മൾ സമ്പാദിച്ചതിൽ നിന്ന് ഒന്നുമില്ലാത്ത രൂപത്തിൽ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് കൊടുത്ത കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് നമ്മൾ ആരെയും ചൂഷണം ചെയ്യുവാനോ ഉപദ്രവിക്കുവാനോ പോയാൽ നമ്മൾ ആ ചെയ്ത സ്വതക്ക മുഴുവനും ബാത്തിലാകും. മൂന്നാമത്തേത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഇന്ന് പല ആളുകളും ഇന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പൊ ഉറക്കമൊക്കെ മാറ്റി വെച്ച് ഇതെങ്കിലും കേൾക്കാം. വെച്ചാല് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ തറക്ക സ്വലാത്തൽ അസ്രി, അസ്ർ നിസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ, 5 വഖത്ത് നിസ്കാരവും നിർബന്ധമാണ്. അതിൽ മുനാഫിക്കിന്റെ ലക്ഷണം പറഞ്ഞപ്പോ 3 നമസ്കാരത്തെ സൂചിപ്പിച്ചു പറഞ്ഞു. 1 സുബഹ്, 2 ഇശാ, 3 അസ്ർ. ഈ 3 നമസ്കാരത്തിനും പള്ളിയിൽ വരാത്തവൻ, പ്രത്യേകിച്ച് സുബഹിക്കും അതേപോലെ ഇശാക്കും പള്ളിയിൽ വരാത്തവൻ മുനാഫിക്കാണ്. അവിടെ പറയുമ്പോൾ മറ്റൊരു ഹദീസിൽ കാണാം, മൻ തറക സ്വലാത്തൽ അസ്രി, അസ്ർ നിസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ ഫഖദ് ഹബിത അമലുഹു, അള്ളാഹുവിന്റെ കർമ്മങ്ങൾ നശിപ്പിച്ചു കളയും. അപ്പൊ അസ്ർ നമസ്കാരം എന്താ? അത് പറയാൻ കാരണം, അസ്ർ നമസ്കാരത്തിന് മുമ്പ് ഭക്ഷണം കഴിച്ച് വെറുതെ ഇരിക്കുന്ന ഒരാൾ ഉറങ്ങിപ്പോകും. അസ്ർ നമസ്കാരത്തിന്, ളുഹർ നമസ്കാരം കഴിഞ്ഞൊരു ഉറക്കമുണ്ട്. ആ ഉറക്കം ഗാഢമായ ഉറക്കമാണ് പലർക്കും. പലരും എഴുന്നേൽക്കുന്നത് അസ്റിന്റെ ആ വഖ്തൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷെ അസ്ർ നമസ്കാരത്തിന്റെ ജമാഅത്തല്ല ഈ പറഞ്ഞത്. അസ്ർ നമസ്കാരം അത് ഒഴിവാക്കിയാൽ ഫഖദ് ഹബിത അമലുഹു, അവന്റെ അമല് പൊളിഞ്ഞു പോകും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. മറ്റൊന്ന്, ജോത്സ്യന്റെ അടുത്ത് പോലെ. ഈ ജോത്സ്യന്റെ അടുത്ത് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന കത്തനാര്, സ്വാമി, ജോത്സ്യപ്പണി ചെയ്യുന്ന ഒരു പൂജാരി, അല്ലെങ്കിൽ ആ ഒരു ചിന്ത മാത്രമല്ല. ജോത്സ്യപ്പണി ചെയ്യുന്ന ഉസ്താദുമാരുണ്ട്, മൗലവിമാരുണ്ട്. ആരെടുത്ത് പോയാലും റസൂൽ പറഞ്ഞു, ഒരു ജോത്സ്യന്റെ അടുത്ത് പോയി അവൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അവൻ വിശ്വസിച്ചാൽ, ചോദിച്ചാൽ, അവനോട് ചോദിക്കുന്നു, അവൻ പറയുന്ന വിശ്വസിക്കുന്നു എങ്കിൽ ലം യുഖ്ബൽ ലഹു സ്വലാത്തൻ 40
യൗമൻ 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. 40 ദിവസത്തെ നിസ്കാരം എന്ന് പറഞ്ഞാൽ എത്ര വക്തുണ്ട്? 40 × 5 200 200 വക്ത് നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. അപ്പൊ ജ്യോത്സ്യന്മാരുടെ അടുത്ത് വീട് വെക്കുമ്പോ കുറ്റിയടിക്കുമ്പോൾ ഉസ്താദിനെ വിളിക്കണം. എവിടെയാണ് കുറ്റിയടിക്കേണ്ടത്? ഉസ്താദ് പറഞ്ഞെടുത്തേ കുറ്റിയടിക്കുള്ളൂ, അല്ലാത്തടത്ത് കുറ്റിയടിച്ച വീട് വരില്ലേ? അങ്ങനെ വന്നാൽ അവിടെ ശൈത്വാനിയത്ത് ഉണ്ടാവും. അടുക്കള ഇവിടെ വേണം, ടോയ്ലറ്റ് ഇവിടെ വേണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഭൂമിയിൽ നജസില്ലാത്ത എവിടെ നമുക്ക് നിസ്കരിക്കാം. ആ ഭൂമിയിൽ നമുക്ക് പള്ളി വെക്കാൻ ഹലാലായി നമ്മുടെ സമ്പാദ്യം കൊണ്ട് ഉണ്ടാക്കിയ ഭൂമിയിൽ പള്ളി എവിടെ വേണമെങ്കിലും നമുക്ക് വീട് വെക്കാം. അവിടെ കുറ്റിയോ അല്ലെങ്കിൽ രാഹുവോ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവൻ പറയുന്ന വിശ്വസിച്ചിട്ട് അതിന്റെ വീടിന്റെ ഫ്രണ്ട് കിഴക്ക് ഭാഗത്താവണം. പടിഞ്ഞാറ് ഭാഗത്താ റോഡെങ്കിലും കിഴക്ക് ഭാഗത്തെ ഫ്രണ്ട് ആകാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? കിഴക്ക് ഭാഗത്തോട് റോഡ് പിന്നെ കൊണ്ടുവരും. ഇതിനായി വിഷമിക്കുന്നത്. അപ്പൊ ഈ രൂപത്തിൽ ഒന്നിനും മകളുടെ കല്യാണമാകുമ്പോ എന്ന് വേണം? ഉസ്താദ് പറയും സഫർ മാസത്തിൽ വേണ്ട, മുഹറം മാസത്തിൽ വേണ്ട. ഈ ഏർപ്പാടായി പറയുന്നത്. അറാഫ് എന്ന് പറഞ്ഞാൽ മാലയിട്ട പൂജാരിയും ലോഹയിട്ട കത്തനാരും അല്ലെങ്കിൽ പള്ളിയിലച്ഛനും നമ്മൾ വിചാരിക്കേണ്ട. അത് ഉസ്താദും പെടും, മൗലവിയും പെടും, എല്ലാം പെടും. ഖുർആനെ കളവാക്കിയ കാഫിറാണ് അവൻ. അത് മാത്രല്ല, അവന്റെ 40 ദിവസ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പിന്നെ റസൂല് പറഞ്ഞു, മൻ അത്താ ഹായിദൻ, ആർത്തവ കാലത്ത് ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ ഔ ഇംറഅതൻ ഫീ ദുബരിഹാ, ഒരു സ്ത്രീയുടെ തന്റെ ഭാര്യയുടെ പിൻദ്വാരത്തിലൂടെ ഗുദമൈദന്യം നടത്തിയാൽ ഫഖദ് കഫറ അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനെ അവതരിപ്പിച്ച ഖുർആനിനെ കാഫിറാക്കിയവനാണ് അവൻ. നോക്കൂ, 2 കാര്യം പറഞ്ഞു. ആർത്തവ സമയത്ത് ബന്ധപ്പെട്ടാൽ, ഭാര്യയുമായി ഗുദമൈദന്യം നടത്തിയാൽ മൽഊൻ, ശപിക്കപ്പെട്ടവനാണെന്ന് മാത്രമല്ല ഖുർആനിനെ കാഫിറാക്കിയവനാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. 5ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കള്ളുകുടിയന്മാരാണ്. ഈ കള്ളുകുടിയന്മാർക്കൊരു സ്വഭാവമുണ്ട്. എപ്പോഴും പശ്ചാത്താപം ഉണ്ടാവും. റസൂല് 3 പ്രാവശ്യമാണ് ആ പശ്ചാത്താപം പറഞ്ഞത്. മൻ ശരിബൽ ഖംറ വസക്കറ, ഒരാൾ കുടിച്ചു അല്ലെങ്കിൽ മദ്യപിച്ചു, ലഹരി ഉപയോഗിച്ചു, ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 സബാഹ, 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. ആ മൻ ശരിബൽ ഖംറ എന്ന് പറഞ്ഞാൽ ബിയർ കുടിക്കലോ മദ്യം ഉപയോഗിക്കലോ, അത് മാത്രല്ല കുല്ലു മുസ്കിരിൻ, എന്തൊക്കെ ലഹരി പദാർത്ഥങ്ങളുണ്ടോ. നമ്മൾ നാട്ടിൽ ഇന്ന് എന്തൊക്കെയാ നടക്കുന്നത്? 2 കുട്ടികൾ പറമ്പിൽ മരിച്ചു കിടക്കുന്നു. സമീപത്ത് സിറിഞ്ച് അമ്മ നോക്കുമ്പോൾ കളിക്കാൻ പോയ 10-14 വയസ്സുള്ള കുട്ടികൾ ലഹരി ഉപയോഗിച്ച് മരിച്ചു കിടക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മദ്യവും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നവന്റെ 40 ദിവസത്തെ കഞ്ചാവ് വലിക്കുന്നവന്റെ, അതേപോലെ തന്നെ മദ്യപിക്കുന്നവന്റെ, സിറിഞ്ച് കുത്തുന്നവന്റെ, മാരകമായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവന്റെ മുറുക്കൽ പോലും നമ്മൾ ഒഴിവാക്കണം. ബീഡിവലി നമ്മൾ ഒഴിവാക്കണം. ഉസ്താദിനൊക്കെ പറയാൻ പറ്റൂല, പക്ഷെ കുല്ലു മുസ്കിരിന് ഹറാം, എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഹറാമാണ്. റസൂലിനോട് ചോദിച്ചു, നബിയെ, ലഹരി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമുണ്ടോ? കുറച്ചാണെങ്കിലും ചെറിയതാണെങ്കിലും പറ്റില്ല, നമ്മളിത് ഒഴിവാക്കണം. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവനെ കുറിച്ച് പറഞ്ഞു 40 ദിവസക്കാരം അല്ലാഹു സ്വീകരിക്കില്ല. അവനങ്ങനെ മരിച്ചാലോ? അവൻ മരിച്ചാൽ അവന്റെ പാനീയം നരകാവകാശിയുടെ ശരീരത്തിൽ നിന്ന് കത്തി, ആ നരകാവകാശികളുടെ ശരീരം കത്തുമ്പോൾ പുറത്തേക്ക് വരുന്ന ചീഞ്ഞ ജലമാണ് അവന് പറഞ്ഞു കുടിക്കാൻ കൊടുക്കുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ മദ്യപിച്ച് നമ്മൾ മനസ്സിലാക്കണം, മദ്യപാനം എന്ന് പറഞ്ഞ പള്ളി വരുന്നവരിൽ മദ്യപിക്കുന്ന ആളുകളുണ്ട്. വല്ലപ്പോഴൊക്കെ കുടിക്കുള്ളൂ, ടൂറിന് പോകുമ്പോൾ. പാടില്ല. മദ്യം വിളമ്പുന്ന സദസ്സി, കഞ്ചാവ് വലിക്കുന്ന സദസ്സി, എനിക്കിപ്പോൾ അതൊക്കെ അറിയാവുള്ളൂ. ഇതിന്റെ കൂടിയ പേര് അറിയാമെങ്കിൽ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. അതൊക്കെ ഉപയോഗിക്കുന്ന സദസ്സിൽ പോയിട്ട് നമുക്ക് ഇരിക്കാൻ പാടില്ല. നമ്മൾ ബാറിന്റെ സമീപത്ത് പോകേണ്ട ആവശ്യം എന്തിനാ? നമുക്ക് ബാറിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഞാൻ കുടിക്കാൻ പോയതല്ലെന്ന് പറയാൻ അവിടെ പോകാൻ പാടില്ല. മദ്യം വിളമ്പുന്ന കല്യാണ സദസ്സിൽ, മദ്യം വിളമ്പുന്ന ഫംഗ്ഷനുകളിൽ, അത് ബിസിനസ് ടൂറാണ്, പറ്റില്ല. മദ്യം വിളമ്പുന്നുണ്ടോ അവിടെ പോകരുത്. അത് എത്ര വലിയ സ്നേഹിതനാണെങ്കിലും എത്ര വലിയ പാർട്ട്ണറാണെങ്കിലും മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു സദസ്സിലും വിശ്വാസിക്ക് പോകാൻ പാടില്ല. ഇനി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
ആറാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ നായയെ വളർത്തുന്നവരാണ്. ഇന്ന് നമ്മുടെ വീടുകളിലും നായയെ വളർത്തുന്ന ഫാഷനായി മാറിയ ചെറിയ കുട്ടീനെ നോക്കുന്നതിനേക്കാൾ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് പട്ടിക്കുട്ടിയെ നോക്കുന്നത്. മക്കളെങ്ങോട്ടും നടന്നോട്ടെ, പട്ടിക്കുട്ടിയെ കുഞ്ഞുങ്ങളെ പോലെ ചേർത്ത് പിടിച്ച് നടക്കുന്ന കൊച്ചമ്മമാരുടെയും മുതലാളിമാരുടെയും നാട്ടിലാണ് നമ്മളുള്ളത്. റസൂല് പറഞ്ഞു, കൃഷി ആവശ്യത്തിന് വേണ്ടി നിനക്ക് നായയെ വളർത്താം, കൃഷിക്കൊരു കാവൽക്കാരനായിട്ട്. വല സ്വൈദിൻ, വേട്ടയ്ക്ക് വേണ്ടി നിനക്ക് നായയെ വളർത്താം. എന്നാൽ വേട്ടക്കും കൃഷി ആവശ്യത്തിനും വേണ്ടിയല്ലാതെ ആഡംബരത്തിനും ആളുകളെ കാണിക്കാനും കൊഞ്ചിക്കാനും ഒക്കെ നിന്റെ കൂട്ടത്തിൽ പട്ടിയെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും 2 ഖീറാത്ത് പ്രതിഫലമാണ് നിന്നിൽ നിന്ന് കുറഞ്ഞു പോവുക. അതുകൊണ്ട് പട്ടിയെ വളർത്തണമെങ്കിൽ വേട്ടക്ക് വളർത്താം, അല്ലെങ്കിൽ കൃഷി സംരക്ഷിക്കാൻ വളർത്താം. അല്ലാതെ വീട്ടിലോ നമ്മുടെ പറമ്പിലോ പട്ടീനെ വളർത്താൻ പറ്റില്ല. പട്ടീനെ തൊട്ടാൽ കുളിക്കണോ വേണ്ടേ, കഴുകണോ വേണ്ടേ? പട്ടീനെ തൊട്ടാൽ പട്ടിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നമുക്ക് കാണാൻ കഴിയും, പട്ടി തലയിട്ട പാത്രം 7 പ്രാവശ്യം കഴുകണം, 1 പ്രാവശ്യം മണ്ണിട്ട് കഴുകണം. പട്ടീനെ കൊണ്ട് നക്കിപ്പിക്കരുത്. പട്ടിയുടെ ഈ ഭാഗം അവിടുന്ന് പുറത്തേക്ക് വരുന്ന സ്രവം അത് പ്രശ്നമാണ്. അതുകൊണ്ട് പട്ടീനെ കൊഞ്ചിക്കുന്നത് വേട്ടക്ക് വേണ്ടി, കൃഷിക്ക് വേണ്ടി, അല്ലാതെ പട്ടീനെ നമുക്ക് വളർത്താൻ പറ്റില്ല. പട്ടിക്ക് ആഹാരം കൊടുക്കാം, പട്ടിക്ക് വെള്ളം കൊടുക്കുക, ഒരു തെറ്റുമില്ല. പട്ടിക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗത്തിൽ പോയ ഒരാളുടെ കഥ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇങ്ങനെ വീടുകളിലൊക്കെ ഇങ്ങനെ കൊണ്ടുനടക്കുക, പൂച്ചേനെ പോലെ കൊണ്ടുനടക്കുക പറ്റില്ല. അതേപോലെ സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ, 7ാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കലാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരെ കുറിച്ചാണ് റസൂൽ പറഞ്ഞത്, ഹൽ തദറൂന മൽ മുഫ്ലിസ്, ആരാണ് പാപ്പരായവർ? മറ്റുള്ളവനെ അടിക്കുന്നവൻ, അവന്റെ പൈസ മോഷ്ടിക്കുന്നവൻ, അവനെ മാനസികമായി വിഷമിപ്പിക്കുന്നവൻ, അവരെയൊക്കെ പരലോകത്ത് കൊണ്ടുവരും. ഞാൻ ആരെ കുറിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ടോ, ആക്ഷേപിച്ചിട്ടുണ്ടോ, അവരൊക്കെ പരലോകത്ത് വരും. പരലോകത്ത് വന്നു കഴിഞ്ഞാലോ എന്റെ നന്മ അവർക്ക് അള്ളാഹു എടുത്തു കൊടുക്കും. എന്റെ നന്മ എടുത്തു കൊടുത്ത ശേഷം എനിക്ക് ഇനി നന്മയൊന്നും ഇല്ലെങ്കിലോ അവരുടെ തിന്മ എന്നിലേക്ക് അള്ളാഹു നൽകും. എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയും. അതാണ് മുഫ്ലിസീങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരാളെയും നമ്മുടെ നാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ വേദനിപ്പിക്കാൻ പാടില്ല. സാമ്പത്തികമായി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞ് നമ്മൾ തീർക്കുക. കോടതിയിലേക്കൊന്നും പോകാൻ നിൽക്കുക, അതൊക്കെ പറഞ്ഞ് തീർക്കുക. പൊരുത്തമില്ലാത്ത എടുക്കാതിരിക്കുക. ഇനി 8ാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സ്വഹാബി വന്നിട്ട് പറയണം, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ 5 വഖത്ത് നിസ്കരിക്കുന്നുണ്ട്, റമളാനിൽ നോമ്പ് പിടിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഷഹാദത്ത് അംഗീകരിക്കുന്ന ആളാണ്, ഞാൻ ആരുടെ കൂടെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഷഹാദത്ത് അംഗീകരിച്ചാൽ, 5 വഖത്ത് നമസ്കരിച്ചാൽ, പൈസ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുത്താൽ, റമളാനിൽ നോമ്പ് പിടിച്ചാൽ അത് മതി മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗാവകാശികളിൽ പെടാൻ. ഇല്ലാ അയ്യഖൽ വാലിദൈൻ, മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നവനാണോ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവനാണോ എങ്കിൽ അവന്റെ നിസ്കാരത്തിന് കാര്യമില്ല, അവന്റെ സക്കാത്തിന് കാര്യമില്ല. അവൻ ഉമ്മാനെ വാപ്പാനെ പ്രയാസപ്പെടുത്തുന്നവനാണോ എങ്കിൽ ഷഹാദത്ത് സ്വീകരിച്ചു, നിസ്കരിച്ചു, നോമ്പ് പിടിച്ചു, സക്കാത്ത് കൊടുത്തു, നോമ്പ് പിടിച്ചു, എന്നാലും അവൻ നരകത്തിന്റെ ആളായിട്ട് തീരും. അതുകൊണ്ട് മാതാപിതാക്കളെ വെറുപ്പിക്കരുത്. അവരെന്തൊക്കെ നമുക്കെതിരെ പ്രയാസം ഉണ്ടാക്കിയാലും ഉമ്മാനും വാപ്പാനും വെറുപ്പിക്കാൻ പാടില്ല. അവരുടെ തൃപ്തി സമ്പാദിച്ച് വേണം ജീവിക്കാൻ. അള്ളാഹു ഈ രൂപത്തിൽ അമലുകൾ നഷ്ടപ്പെടാതെ മരിക്കുന്നത് വരെ അമലുകൾ കാത്തു സൂക്ഷിക്കാൻ, പരലോകത്ത് സ്വർഗം ലഭിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അടുത്ത വെള്ളിയാഴ്ചയാണ് നമ്മുടെ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച 12:45 നമ്മുടെ ജുമാ, 12:30 മുതൽ 1 മണി വരെയാണ്. അപ്പോൾ 12:45 ജുമാ എന്ന് കരുതിയിട്ട് ആ സമയത്ത് ആരും വരേണ്ട, കുറച്ച് നേരത്തെ വരിക. 12:30 ജുമാ തുടങ്ങുന്നത്. പിന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, പല ഭീതിയും പല പേടിപ്പെടുത്തലും പലരും പല ഭാഗത്തു നിന്നും പറയാറ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, യൂത്തിൽ മുൽക മൻ തശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം കൊടുക്കും.
അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ ദുർബലനാക്കും, നിന്ദിക്കുകയും ചെയ്യും. കാരണം അധികാരം കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. ആ അധികാരം അധികാരം ഊരിയെടുക്കുന്നവനും അള്ളാഹുവാണ്. തുദില്ലു മൻ തശാ, നിന്ദിക്കുന്നവനും അള്ളാഹുവാണ്. അതേപോലെ ഇസ്സത്ത് കൊടുക്കുന്നവനും അള്ളാഹുവാണ്. മാലിക് യൗമിദ്ദീൻ, യൗമുദ്ദീൻ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. അതേപോലെ ലോകത്തിന്റെ ഏറ്റവും വലിയ ഭരണാധികാരി മാലിക്കുൽ മുലൂഖ്, എല്ലാത്തിന്റെയും രാജാവ് പടച്ചവനാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് തീരുമാനിക്കുന്നോ അതേ ലോകത്ത് നടക്കുന്നു. ഒരാളെയൊന്നും ഒരു സമൂഹത്തെയൊന്നും ഒറ്റടിക്ക് നശിപ്പിക്കാനൊന്നും ഒരാൾക്കും കഴിയില്ല. പടച്ചവൻ തീരുമാനിക്കണം. നിങ്ങൾക്കറിയോ, USSR തകർന്ന് തരിപ്പണായി. ഈ റഷ്യ ഇപ്പൊ ഭയങ്കര മുസ്ലിം സ്നേഹമൊക്കെ പറഞ്ഞു. റഷ്യയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ ഉപദ്രവിച്ച രാജ്യങ്ങളിലൊന്നാണ് റഷ്യ. ഇമാം ബുഖാരി, സ്വഹീഹുൽ ബുഖാരി, ആ ബുഖാരി എന്ന പേര് ബുഖാറ എന്ന പട്ടണത്തിന്റെ പേരാണ്, റഷ്യയിലാണ്. അവസാന രാജ്യം ഇസ്ലാം ഖുർആൻ ഓതാൻ പോലും അനുവദിക്കാത്ത രൂപത്തിൽ തകർത്ത് മുസ്ലിം സമൂഹത്തെ നശിപ്പിച്ചു. അവസാനം എന്താ സംഭവിച്ചത്? USSR തകർന്ന ശേഷം എത്ര ചെറിയ ചെറിയ മുസ്ലിം രാജ്യങ്ങൾ അവിടെ ഉണ്ടായി. 70 കൊല്ലത്തോളം ഖുർആൻ ഓതാൻ അനുവദിക്കാത്തൊരു പ്രദേശത്ത് നിന്ന് ആ രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം എത്രയോ ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ തുടങ്ങി എത്രയോ ചെറിയ ചെറിയ മുസ്ലിം രാജ്യങ്ങളുണ്ടായി. സ്പെയിൻ, ഇസ്ലാമിക ഭൂപടത്തിൽ ഏറ്റവും കൂടുതൽ വൈജ്ഞാനികമായ സമ്പദ് സമൃദ്ധിയുള്ള രാജ്യമായിരുന്നു സ്പെയിൻ. സ്പെയിനിന്റെ കുട്ടികളെ അവസാന കാലഘട്ടത്തിൽ അവിടെയുള്ള വാപ്പമാരെ പേര് മാറ്റിയിട്ടാണ് വിളിച്ചിരുന്നത്. രഹസ്യമായിട്ടാണ് ഖുർആനൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. അത്രയും ഭയം കൊണ്ട് തിറക്കപ്പെട്ടു. എന്നാ സ്പെയിനിൽ ഇസ്ലാം തിരിച്ചു വരുന്നു. അപ്പോ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ അവർ ശ്രമിച്ചാലും അള്ളാഹുവിന്റെ പ്രകാശത്തെ അവർ പൂർത്തീകരിക്കും. നമ്മൾ എന്ത് ചെയ്താൽ മതി? വിശ്വാസികളായിട്ട് ജീവിച്ചാൽ മതി. അതുകൊണ്ട് ആരെങ്കിലും പേടിപ്പിക്കുമ്പോൾ പേടിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അതോടൊപ്പം തന്നെ നമുക്ക് വോട്ട് ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ നന്മക്കും ഭരണഘടനയുടെ സംരക്ഷണത്തിനും വേണ്ടിയാണ്. ഇത്രയും സ്വാധീനവും സുതാര്യവും അതേപോലെ തന്നെ അവകാശങ്ങളും നൽകുന്ന നല്ലൊരു ഭരണഘടന നമുക്കേ ഉള്ളൂ. ആ ഭരണഘടന സംരക്ഷിക്കാൻ ആവശ്യമായ രൂപത്തിലാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. വോട്ട് പ്രക്രിയയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കരുത്. വെള്ളിയാഴ്ച എന്തിനാ കൊണ്ടൊന്ന് വോട്ട് വെച്ചത്? വോട്ട് ചെയ്യാതിരിക്കാനാണ് വോട്ട് വെച്ചത്. അതുകൊണ്ട് അന്ന് തന്നെ നമ്മൾ വോട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? വെള്ളിയാഴ്ച ഒന്നും എനിക്ക് പറ്റില്ല, അങ്ങനെയല്ല. വെള്ളിയാഴ്ച മുസ്ലിം സമൂഹത്തിലെ നല്ലൊരു ശതമാനവും വോട്ട് ചെയ്യരുതെന്ന് കരുതിയിട്ടാണ് ഇലക്ഷൻ വെച്ചത്. അപ്പൊ നമ്മൾ അന്ന് തന്നെ പോയി എന്ത് ചെയ്യണം? വോട്ട് ചെയ്യണം. ജുമാ കളഞ്ഞ് വോട്ട് ചെയ്യണ്ട. ജുമാക്ക് മുമ്പ് ഒപ്പിമ്പൊക്കെ പോയിട്ട് വോട്ട് ചെയ്യുക. നമ്മളെ സംരക്ഷിക്കുന്ന, നമുക്ക് നന്മ ചെയ്യുന്ന ആളുകളോട് നമ്മളും നന്മ ചെയ്യുക എന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ പള്ളിയുമായി ഒക്കെ സഹകരിച്ചു കൊണ്ടിരുന്ന ഒരു സഹോദരി, ഷീബ എന്നാണ് ആ സഹോദരിയുടെ പേര്. ഇന്ന് അവർ ഖബറിലാണ്. അവർ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടത്തെ വിശാലമാക്കി കൊടുക്കട്ടെ. ഇതുപോലെ രോഗം കൊണ്ടും മറ്റു ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഒക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ കൂട്ടിയിളക്കണേ റഹ്മാനെ. ഈമാനും ഇസ്സത്തുള്ളവരാക്കി ഞങ്ങളെ നീ മാറ്റണേ റഹ്മാനെ. ഞങ്ങളുടെ അമലുകൾ നീ സ്വീകരിക്കണേ നാഥ. ഞങ്ങളുടെ നോമ്പും നമസ്കാരവും ഷഹാദത്തും മറ്റ് ഇബാദത്തുകളും നീ സ്വീകരിച്ച് ജന്നാത്തുൽ ഫിർദൗസ് പ്രദാനം ചെയ്യുന്ന വിശ്വാസികൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കുടുംബമിത്രാദികൾ, സഹോദരങ്ങൾ, അവരുടെ ഖബറിടത്തെ നീ വിശാലമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മയും ബർക്കത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹായ സന്താനങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ ഖാദിൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.